ഹലോ. സോ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വെച്ചു. സോ നമ്മൾ ഡോറ് തുറക്കുമ്പോഴത്തേന് ഭയങ്കര ഭംഗിയാണ്. ശരിക്കും പറഞ്ഞാൽ നേരെ സൺറൈസ് കാണാൻ പറ്റും. പക്ഷേ അതിനുശേഷം ദക്ഷിണ രാവിലെ പോകണം. സോ സ്കൂളിലേക്ക് പോകണം. സോ അതിൻ്റെ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കുന്ന സെക്ഷനിലേക്ക് കിടക്കാമെന്ന് വെച്ചു. രാവിലെ ഞാൻ കടലക്കറിയും അതുപോലെ തന്നെ വെള്ളയപ്പമാണ് ഉണ്ടാക്കിയത്. സോ കടലക്കറിയുടെ റെസിപ്പിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. കാരണം നല്ല ടേസ്റ്റാണ്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. സോ വെള്ളപ്പം ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ. സോ ആദ്യം ഞാൻ വെള്ളപ്പത്തിൻ്റെ പണി നോക്കി. സോ കുറച്ച് വെള്ളപ്പം ബോധച്ചന് മാത്രമേ ഉള്ളതാണ് ആദ്യം കുറച്ച് ഉണ്ടാക്കിയത്. പിന്നെ നമുക്ക് കഴിക്കാൻ നേരത്തെ ഉണ്ടാക്കുക ചെയ്യുക. സോ നോർമലായിട്ട് തന്നെ തലേ ദിവസം അരച്ച് വെച്ചതാണ്. കുറച്ച് മടി ഉണ്ടായതുകൊണ്ടാണ് മിക്സ് ജാറിന്ന് മാറ്റാണ്ട് അതിൽ തന്നെ വെച്ചത്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അരയ്ക്കാനായിട്ട്. സോ അതിൽ തന്നെ വെച്ചത്. പിന്നെ രാവിലെ അതിനുള്ള ടൈമും ഇല്ല. സോ അതാണ് ഇതിൽ തന്നെ എടുത്തിട്ട് ഉണ്ടാക്കുന്നത്. അതിന് ശേഷം ഡിസ്റ്റൊക്കെ പോയതിന് ശേഷം നമ്മൾ വേറെ പാത്രത്തിലൊക്കെ മാറ്റി സമയത്തിനനുസരിച്ച് ചെയ്യും. സോ ഇതൊക്കെ എൻ്റെ കുറച്ച് മടിയുടെ സെക്ഷൻസാണ്. പക്ഷെ അതൊന്നും ആരും നോക്കണ്ട കേട്ടോ. സോ അതിന് ശേഷം അപ്പം അത് നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ. കുറച്ച് ലേറ്റ് ആയാൽ പോലും കട്ടിയൊന്നും ആയിരുന്നില്ല, സോഫ്റ്റായിരുന്നു. പിന്നെ ഞാൻ അടി കുറച്ച് പിടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. സോ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ മാത്രം നടുക്ക് മാത്രം കുറച്ച് എണ്ണ തേച്ച് കൊടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ട്. സോ ദിച്ചിനായതുകൊണ്ട് തന്നെ കുറച്ച് മധുരം കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടെ ചെറുതായിട്ടൊരു അടി പിടിക്കലുണ്ടോയെന്ന് സംശയമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വെള്ളയപ്പത്തിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വെള്ളയപ്പം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ കടലക്കറിക്ക് കിടന്നു. കടലക്കറി ആദ്യം തന്നെ നന്നായിട്ട് വേവിച്ചതിന് ശേഷം ആദ്യം നമ്മൾ ഉള്ളിയും എല്ലാം ആഡ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇടുക. അതെല്ലാം ഇട്ടതിന് ശേഷം മുളകും അതുപോലെ തന്നെ പൊതുവേ നമ്മൾ അമ്മയ്ക്ക് ഇടുന്ന കണ്ടിട്ടുണ്ട് ഈ ഏലക്ക, പട്ട, ഗ്രാമ്പു അങ്ങനെയൊക്കെ സാധനം. സോ ഏലക്കൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഞാൻ ഗ്രാമ്പു മാത്രമാണ് ഇട്ടത്. അതുപോലെ മുളകും ഇട്ടിട്ട് അത് കുറച്ച് നേരം നന്നായിട്ട് വഴറ്റണം. അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് ഇതൊന്നിപ്പോൾ ഞാൻ മുളക് ഇട്ടതാണ്. അതിനുശേഷം കുറച്ചും കൂടെ നന്നായിട്ട് അതൊന്ന് ആയി വരണം. അതിന് ശേഷമാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇടേണ്ടത്. ശേഷം നന്നായിട്ട് സോട്ട് ചെയ്യുക. പിന്നെ ഞാൻ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ജസ്റ്റ് ഒരു ഹാഫ് പീസ് ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. സോ നന്നായിട്ട് ഒന്ന് തക്കാളിയുടെ ആ ഒരു പച്ച മണം മാറാനും പിന്നെ അതുപോലെ തന്നെ ആ ഒരു നന്നായിട്ടത് പേസ്റ്റ് ഫോം ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അതിൽ വെച്ചുകൊണ്ടിരിക്കണം. അത് കുറച്ച് നേരം അതിൽ കിടക്കട്ടെ കേട്ടോ. അത് കുറച്ച് നേരം നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചാൽ നന്നായിട്ട് ആവുള്ളൂ. അപ്പോഴത്തേനും നമുക്ക് എനിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരയ്ക്കാനുള്ളത് തേങ്ങയുണ്ട്, അതുപോലെ വെളുത്തുള്ളി, ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പെരുംജീരകവും. സോ ഇത്രയും സാധനങ്ങളാണ് അതിലുള്ളത്. സോ അതെല്ലാം കൂടെ നമുക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. സോ ഭയങ്കര ടേസ്റ്റാണ്. അത് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. സോ അത് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക. അപ്പോഴത്തേനും ഇവിടെ നമ്മളിത് ആയിട്ടുണ്ട്. ഏകദേശം തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി എല്ലാം മിക്സായിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട പൊടികളാണ്. പൊടികൾ പറയുമ്പോൾ നമ്മൾ ആദ്യം മുളക് ആഡ് ചെയ്തു. മുളക് പൊടി ആഡ് ചെയ്യുക. മുളക് പൊടി എന്ന് പറയുമ്പോൾ ഞാൻ 2 മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് എരിവിന് വേണ്ടി സാധാ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്യുക. 2 ടീസ്പൂൺ മല്ലിപ്പൊടി അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റുക. അതിന് ശേഷം നമ്മൾ മീറ്റ് മസാല, എപ്പോഴും ചിക്കൻ മസാലയേക്കാളും ഇങ്ങനത്തെ മീറ്റ് മസാല കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. സോ കുറച്ച് മീറ്റ് മസാല ഇടുക. അത് 1 ടേബിൾ സ്പൂണിന് മേലേക്കുണ്ട്. ഞാനങ്ങനെ അളവ് നോക്കിയിട്ടില്ല, നമുക്ക് പാകത്തിനിടാം. സോ അതിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് ആ എണ്ണയിൽ അത് നന്നായി ആ മസാലയുടെ ആ മണമൊക്കെ പോയി നന്നായിട്ടൊന്ന് എണ്ണയിൽ വഴറ്റി വരണം. അത് കുറച്ച് നേരം അങ്ങനെ തന്നെ വയ്ക്കുക കേട്ടോ. അങ്ങനെ വയ്ക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ആ ഒരു എണ്ണ മാത്രമായിട്ട് പുറത്തേക്ക് വരുന്ന പോലെ കാണാം. അതിന് ശേഷം നമുക്ക് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കടല. സോ അത് അതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ നന്നായിട്ട് തന്നെ കുറച്ച് നേരം അതൊന്ന് മിക്സായിട്ട് വരണം. മിക്സായി വന്നതിന് ശേഷമാണ് നമ്മൾ അടുത്ത നാളികേരമൊക്കെ ഒഴിക്കേണ്ടത്. സോ കുറച്ച് നേരം ആവട്ടെ. കുറച്ച് വെള്ളം കുറവുണ്ടായിരുന്നു കേട്ടോ. സോ ഞാനതിൽ കുറച്ച് നമ്മൾ ഓൾറെഡി ചൂടുവെള്ളം, എപ്പോഴും തണുത്ത വെള്ളം ഒഴിക്കാതെ ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ നോക്കുക കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ കുറച്ച് ചൂടാക്കി വയ്ക്കുക വെള്ളം സൈഡിൽ. സോ അതനുസരിച്ച് നമുക്കതിൽ ആഡ് ചെയ്യാൻ പറ്റും. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കുറച്ച് നേരം ആ മസാലയും അതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം
അടച്ചു വെച്ച് കൊടുക്കുക. സോ അതൊന്ന് പിടിച്ച് വന്നോളും. അതിന് ശേഷമാണ് നമ്മൾ നാളികേരം. അപ്പോൾ ഞാൻ ആ സൈഡിൽ അത് കുറച്ച് നന്നായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. കൂട്ടത്തിൽ ഞാൻ നാളികേരം സൈഡിൽ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ അത് നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കാം. സോ നന്നായിട്ടൊരു പേസ്റ്റ് ഫോമിലാക്കുക. അതിനുശേഷം അത് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഉണ്ടാകും. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് അതിലൊഴിച്ചു. അതും വെള്ളം ഒഴിക്കുമ്പോഴും കുറച്ച് ചൂടുവെള്ളം തന്നെ ഒഴിക്കുക കേട്ടോ. ചൂടുവെള്ളം തന്നെ മിക്സ് ചെയ്യുമ്പോഴാണ് നല്ലത് കറിക്കെപ്പോഴും. സോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക. ഭയങ്കര തിള വരണ്ട കേട്ടോ, ഒരു ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. സോ നന്നായി തിളപ്പിച്ചതിന് ശേഷം ജസ്റ്റ് ലാസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളത് വറുത്തിടാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഉള്ളി മാത്രമാണ് വറുത്തിടുന്നത്. സോ ഉള്ളിയും വറുത്തിടുക. ഉള്ളിയിൽ വേണമെങ്കിൽ നമുക്ക് മസാല കുറവ് പോലെ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മീറ്റ് മസാലയും കൂടെ ആഡ് ചെയ്യാം. ഇപ്പം എനിക്ക് തോന്നിയില്ല. പിന്നെ കരിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. കരിവേപ്പില ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ കരിവേപ്പിലൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ ആഫ്റ്റർനൂൺ ഫുഡിൻ്റെ കാര്യം ഞാൻ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് സിനിമയ്ക്ക് പോകുന്നത്. നമ്മൾ ലുലു മാളിലാണ് ഫിലിം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഫൺസ്യൂറിൽ എന്തായാലും ഒന്ന് കയറണം. പിന്നെ എങ്ങനെ പോകുമ്പോഴല്ലേ കയറുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ കയറ്റുകയും ചെയ്യും. സോ അതിന് ശേഷം നമ്മൾ അവിടെ പോയി കുറച്ച് നേരം കളിച്ചു. സ്ഥിരമായിട്ട് കയറുന്ന കുറച്ച് തന്നെയാണ്, അതിൽ മാറ്റമൊന്നും വരത്തില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ ഫിലിമിന് കയറാൻ പോവുകയാണ്. സോ അവിടെ ചെന്നതിന് ശേഷം ടിക്കറ്റ് നമ്മൾ ഓൾറെഡി എനിക്കും അനിയത്തിക്കും മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അപ്പോൾ അവർ പറഞ്ഞു 4 years എബാവും എല്ലാവർക്കും കുട്ടിക്കും വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ദക്ഷിണ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക ചെയ്തത്. സോ നമ്മൾ ഓഫീസിലും ഡ്യൂട്ടിയാണ് ബുക്ക് ചെയ്തത്. സോ അതിൽ കയറി ദച്ചുവിനെ ഇരുത്താൻ ആകെയുള്ള ഇത് ഈ പോപ്കോണാണ്. പോപ്കോൺ വെച്ചാണ് നമ്മളൊന്ന് സിനിമ ഓടിക്കുന്നത്. കാരണം ദച്ചു ഇല്ലെങ്കിൽ ഇടയിലിടയിൽ അവർക്ക് പുറത്തേക്ക് പോകണം, അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സോ അങ്ങനെ ഞങ്ങൾ ആ സിനിമയ്ക്ക് കയറി. സൂപ്പർ സിനിമയാണ്, ഒരു രക്ഷയില്ല. സോ അവളങ്ങനെ പോപ്കോണൊക്കെ കഴിച്ച് ആഘോഷിച്ചിരിക്കുകയാണ് ഞങ്ങൾ സിനിമയിലും. പിന്നെ ഞങ്ങൾ ജസ്റ്റ് KFC ഒന്ന് കയറി. KFCയിൽ ജസ്റ്റ് ദച്ചുവിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തുള്ളൂ. കാരണം രാത്രിക്കുള്ള ഫുഡ് ഓൾറെഡി വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ദച്ചു ഫ്രഞ്ച് ഫ്രൈസൊക്കെ മാത്രമാണ് കഴിക്കുക, ബാക്കിയൊക്കെ കണക്കാണ്, കഴിക്കലൊക്കെ കണക്കാണ്. സോ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫോൺ കണ്ടപ്പോൾ പിന്നെ നമുക്ക് കുറച്ചേരം സംസാരിക്കണം എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ രാത്രി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. സോ ഞങ്ങൾ ഫിലിമെല്ലാം കഴിഞ്ഞ് രാത്രി ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. കുറച്ച് നേരം അപ്പോൾ അവിടെ പുറത്തിരുന്ന് വണ്ടി വരാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. സോ ഇതാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഇതുവരെ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന്. താങ്ക് യു. ഗുഡ് നൈറ്റ്.